നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. എന്താ അതുകൊണ്ട് ഗുണം? നമ്മൾ ശരിക്കും നമുക്ക് ഒരാളോട് പ്രശ്നം ഉണ്ടാവണം, എപ്പോഴും ഒരാളായിട്ട് വഴക്കുണ്ടാക്കണോ, പ്രശ്നം ഉണ്ടാക്കണോ, എപ്പോഴും എന്ത് പറഞ്ഞാലും മനസ്സിലാവണില്ല. നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അല്ലേ? നമ്മളപ്പോൾ പറയും നമ്മുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമാണ്, ചിലപ്പോൾ പറയും നമ്മുടെ രണ്ടാളുടെയും പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര പറഞ്ഞാലും മനസ്സിലാവണില്ല. പക്ഷെ നമ്മൾ അധികം എന്താ പറയാ, എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവണില്ല എന്നാണ് നമ്മൾ അധികം പേരും പറയുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാ നമുക്ക് മനസ്സിലാവണില്ല എന്നാണ്. പക്ഷെ നമുക്ക് കേൾക്കാൻ ഇഷ്ടം എന്താണ്? നാലാളോട് പറയുമ്പോൾ അത് ശരിയാ, അവരുടെ ഭാഗത്താ തെറ്റ്, നീ പറഞ്ഞതല്ല ശരി. ഇത് തന്നെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവും, നമ്മുടെ ഭാഗത്താ തെറ്റ്, അവരുടെ ഭാഗത്താ ശരി. ഈ ശരിയും തെറ്റിനേക്കാളും ഉപരി എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ഒരേ ടൈപ്പ് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു, വഴക്കുകൾ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അതായത് നമ്മളൊരു ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രെയിം വർക്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്തു വെക്കുന്നുണ്ട്. ആ ആളുടെ പല സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഉണ്ടാവണത്, ഓരോ പ്രാവശ്യം വരുമ്പോൾ എന്താ, ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വാവ് അടിപൊളി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ചുള്ളനാണല്ലോ, അല്ലെങ്കിൽ നല്ല ചുള്ളത്തിയാണല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് എൻ്റെ അപ്പോ വാചകം തുറന്നു കഴിഞ്ഞാൽ മഹാബോറ്, അല്ലെങ്കിൽ എന്താ പറയാ, ഓവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ എന്നെ തന്നെ പറയുമ്പോൾ ഓവർ എക്സൈറ്റ്മെന്റ് ആണ്, കാര്യങ്ങളാണ്. ഇപ്പൊ ചില സമയത്ത് ഞാൻ അങ്ങനെയാണ്, ഭയങ്കര ഓവർ എക്സ്പ്രഷനിൽ എടുത്തിട്ട് ചെയ്യും. ചില സമയത്ത് വളരെ കൂളായിട്ടാ അങ്ങനെയാണ് എന്നൊക്കെ പറയണ്ടോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് മാറും. നോക്കൂ, ഓരോ വീഡിയോസിലും തന്നെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന സ്റ്റൈല് തന്നെ വേറെയാണ്. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞപ്പോൾ ടി വിയിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മളൊരു സെൽഫി ക്യാമിൽ നോക്കി നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കംഫർട്ട് ലെവൽ വേറെയാണ്. നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു ഫീൽ. അപ്പോൾ അതിൽ തന്നെ പലപ്പോഴും ഉണ്ടാവുന്ന, ഇപ്പൊ ഒരു മെഡിറ്റേഷൻ മോഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളുടെ ആ വോയിസിന്റെ ടോണൊക്കെ മാറ്റി, മോഡ് മാറ്റി നമ്മൾ ഡിഫറെന്റ് ആയിട്ട് സംസാരിക്കാം അല്ലേ? എന്നാൽ നമുക്ക് ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഭയങ്കര ഇമോഷണലി നമ്മൾ വീക്കായ ഒരു കാര്യമാണ്, നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ അത് ചെയ്ത് ശരിയായില്ല എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ, നമ്മുടെ വോയിസ്, നമ്മുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിം വർക്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അവരോട് സംസാരിക്കുമ്പോൾ തോറും ആ ഫ്രെയിമിൽ മാറ്റങ്ങൾ വരും. ശരാ, ഇവിടെ നല്ല ക്ലിയർ ആക്കി വെച്ചതാണെങ്കിലും ഇവിടെ മൊത്തം കുത്തും പുള്ളിയായാലോ, എടുത്ത് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി, അങ്ങനെ ഒരു മൊത്തത്തിൽ നമുക്കൊരു ഈ ഒരു ബാലൻസിങ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓരോ പ്രാവശ്യം നമ്മൾ എന്താ പറയുക, ഇപ്പൊ പ്രണയത്തിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിലുള്ള ആൾക്കാരുടെ ചെലവിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പ്രണയിക്കാൻ സുഖം, വേറെ പ്രാരാബ്ദം ഒന്നും അറിയണ്ടല്ലോ, പിന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ സമയം ഉണ്ടാവും, പിന്നെ കുഴപ്പമുണ്ടാവണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് വീട് ഞാൻ വേറൊരു ടോപ്പിക്കായി പറയാം. അപ്പൊ നമ്മളൊരു ഫ്രെയിം വർക്കിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ആ ഒരു സമയത്ത് കാണുന്ന ഒരു ഇമേജ് വെച്ച് പിന്നീട് നമ്മൾ ആ ആളെ കാണുമ്പോൾ നമുക്ക് അവരോട് ഒരുപാട് അറ്റാച്ച്ഡ് ആകുമ്പോൾ നമ്മൾ അവരെ കാണുന്ന പോയിന്റുകൾ മാറിപ്പോകും. അവിടെ നമുക്ക് പൊസസീവ്നെസ് വരാം, അവിടെ നമുക്ക് ഈഗോ വരാം, പലതും വരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര അടുപ്പമുള്ളവരോട് എന്തിനാണ് ഈഗോ? നമുക്ക് ഭയങ്കര അടുപ്പമുള്ളവരോടും ഈഗോ വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മളെ അവർ റിജക്റ്റ് ചെയ്യുമോ, അവർ മുകളിലേക്ക് ഇതാവുമ്പോൾ നമ്മളെ വേണ്ടാന്ന് വെക്കുമോ, എങ്ങനെയൊക്കെ പല തോട്ടുകളും, അല്ലെങ്കിൽ നമുക്കൊരു ലോസിങ് ഫിയർ ഉണ്ടാവും, ഭയം എന്നതൊരു വല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. അപ്പൊ ഈ ഒരു ഫ്രെയിമിൽ അവിടെ ഇവിടെ ഉണ്ടാവുന്ന ഗ്യാപ്പുകളാണ് കേട്ടോ പ്രശ്നത്തിന് കാരണം. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഒരാളുമായിട്ട് പ്രശ്നം ഉണ്ടാവുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ ആളുമായിട്ടുള്ള കാഴ്ചപ്പാടിൽ എവിടെയൊക്കെയാണ്. ആ വ്യക്തിയും, ആ വ്യക്തിയുടെ ഫാമിലി, ആ വ്യക്തിയുടെ ഫ്രണ്ട്സ്, ആ വ്യക്തിയുടെ പാരന്റ്സ്, ആ വ്യക്തിയുടെ കൂട്ടുകാർ, അങ്ങനെ ഈ പല ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഞാൻ സ്വയം കാണുന്നത്, എവിടെയാണ് എനിക്ക് പ്രശ്നം, എന്റെ കുടുംബത്തിലെ എന്റെ ആൾക്കാരുമായിട്ട് എവിടെയാണ് എനിക്ക് പ്രശ്നം, അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവണത്, അപ്പൊ അവിടെ ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടോ എന്ന് കണ്ടെത്താം. അവിടെ ആ ട്രിഗറിങ് ഫാക്ടർ എന്താന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് പറയുമ്പോഴാണ് പ്രശ്നം, ഇത് നമ്മൾ സ്വയം കണ്ടെത്തണം. നമ്മൾ അങ്ങനെ ഇങ്ങനെ വഴക്കൂടുന്നവർ നമ്മൾ നീ അത് നോക്കി ഇത് നോക്കുന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ നമ്മുടെ ഈഗോ വരും, ഹേർട്ടാവും. അതങ്ങനെ പറയണത്, നമ്മളൊരു പെർഫെക്റ്റ് ആണെന്നാണ് നമുക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ അത് പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക. ഒരു പ്രശ്നം എപ്പോഴെപ്പോഴും ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്വയം അനലൈസ് ചെയ്യുക. രണ്ടു കൂട്ടരും അന്യോന്യം എവിടെയോ എന്തോ ഫ്രെയിമിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാലുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നല്ലൊരു ഓപ്പൺ കമ്മ്യൂണിറ്റി, ഞാൻ ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, ആഹാ ഇങ്ങനെയാണോ നീ വിചാരിച്ചോ, അയ്യോ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ, ഡോണ്ട് വറി ഐ വിൽ ബി ദർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കംഫർട്ട് സോൺ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ അവർ ഓക്കെ ആവും. ഇതാണ് ഇന്ന് പറയാനുള്ളത്.